ഹേ സിനിഫാൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ ജനനായകനെ പറ്റിയാണ്. സിനിമ എന്തായാലും ഈ മാസം ഇറങ്ങില്ല എന്ന് ഏകദേശം ഒരു ഉറപ്പായിരിക്കുകയാണ്. ഫെബ്രുവരി മാസമായിരിക്കും സിനിമ റിലീസ് ചെയ്യുന്നത്. കാരണം ഇനി അടുത്ത ഒരു ഹിയറിംഗ് വെച്ചിരിക്കുന്നത് കോടതി ജനുവരി 21-ാം തീയതിയാണ്. സോ എന്തായാലും ഈ മാസം ഇറങ്ങാൻ ചാൻസ് ഇല്ല. ഇനി ഏറ്റവും അവസാനം കൊണ്ടുവയ്ക്കുമോ നമുക്ക് ഉറപ്പില്ല. മിക്കവാറും അടുത്ത മാസം തന്നെയായിരിക്കും റിലീസ് ചെയ്യാൻ ചാൻസ്. ഇനി അടുത്തത് നമ്മുടെ പരശക്തി എന്ന സിനിമയെ പറ്റിയാണ്. സിനിമയുടെ ഇഷ്യൂസൊക്കെ ക്ലിയർ ആയതുകൊണ്ട് സിനിമ 10-ാം തീയതി തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് പരശക്തിയുടെ റിവ്യൂസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പാട്രിയോട്ടിൻ്റെ ടീസർ വരുന്നുണ്ട്. അതായത് ഒരു ടീസർ റിലീസ് ചെയ്തായിരുന്നു, അത് അടുത്തൊരു ടീസർ റിലീസ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്നലെ നമ്മുടെ പെപ്പയുടെ ഒരു പുതിയ സിനിമയുടെ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഡിസ്കോ. നമ്മുടെ ചെമ്പ വിനോദിൻ്റെ ബ്രദറായ ഉല്ലാസ് ചെമ്പറാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. ചെമ്പ വിനോദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ആൻ്റണി വർഗീസ് പെപ്പെ, പിന്നെ അർജുൻ അശോകൻ, ലുക്മാൻ അവറൻ, ദേവൻ, പിന്നെ ചെമ്പ വിനോദ്, ശ്രീനാഥ് ബാസി, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, അങ്ങനെ ഇഷ്ടം പോലെ വൻനിര കാസ്റ്റ് തന്നെയാണ് സിനിമയിലുള്ളത്. എന്തായാലും ഡിസ്കോ എന്നുള്ള പേരും പിന്നെ പോസ്റ്റർ കാണുമ്പോൾ ഒരു വെറൈറ്റി സൗണ്ട് തോന്നുന്നുണ്ട്. ഒരു LJP പടത്തിൻ്റെയൊക്കെ ഒരു ടച്ച് വരുന്നുണ്ട്. എന്തായാലും സിനിമ ഒരു വെറൈറ്റി സിനിമ തന്നെ ആവട്ടെ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു OTT ചിത്രമാണല്ലോ കളങ്കാവൽ. അപ്പോൾ നമ്മുടെ മമ്മൂട്ടിയും വിനായകനും തകർത്ത് അഭിനയിച്ച സിനിമ ഈ വരുന്ന ജനുവരി 16-ാം തീയതി സോണി ലീവ് എന്ന OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ചെയ്യുന്നതായിരിക്കും. 4 ഓഡിയോസിലൂടെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസ് വന്ന് മാറ്റിവെച്ച സിനിമയാണല്ലോ നമ്മുടെ കാർത്തി നായകനായ വാവതിയാർ. സിനിമയുടെ റിലീസ് ഈ മാസം ജനുവരി 16-ാം തീയതി ഉണ്ടാകുമെന്ന് ചെറിയ റിപ്പോർട്ട് കേൾക്കുന്നുണ്ട്. ഒഫീഷ്യൽ ന്യൂസ് അല്ല, ചെറിയ റൂമേഴ്സാണ്. എന്തായാലും ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ കാർത്തിയുടെ നല്ല പടം തന്നെ ആവട്ടെ. സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന റൂമേഴ്സാണ് നമ്മുടെ നിഖില വിമൽ ആട് 3 എന്ന സിനിമയിൽ ഒരു ഐറ്റം ഡാൻസ് ചെയ്യുന്നുണ്ടെന്ന്. നമുക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ നിഖില വിമൽ അങ്ങനത്തെ ഒരു റോള് ചെയ്യാത്തതാണ്. നമ്മുടെ മീഡിയത്ത് നിഖില വിമലോട് ചോദിച്ചപ്പോൾ ആട് 3യുടെ പ്രസ് മീറ്റിൽ പറയാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും സംഭവം എന്തായാലും ഉണ്ട്. ഇനി അത് എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യാമെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. വീണ്ടും ഒരു സമരം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജനുവരി 22-ാം തീയതി സിനിമ ഒരു പണിമുടക്കാണ്. തിയേറ്റർ അടച്ചിടും, ഷൂട്ടിംഗ് അന്നത്തെ ദിവസങ്ങളൊക്കെ മുടക്കും എന്നുള്ള രീതിയിലൊരു സമരം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഓൾറെഡി ഇതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനു മുന്നേ ഉണ്ടായതാണ്. അതുപോലത്തെ ഒരു ചെറിയ സംഭവം തന്നെയാണ്. ഇനി അടുത്ത് നമ്മുടെ സർവ്വമായ അങ്ങനെ 120 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മിക്കവാറും സിനിമ ഒരു 150 കോടിയിലേക്ക് തന്നെ കിടക്കട്ടെ. അപ്പോൾ നിവിൻ വന്നപ്പോൾ വെറും കൈയോടെ വന്നില്ല, നല്ലൊരു കിടിലൻ കളക്ഷൻ തന്നെയാണ് വാരിക്കൊണ്ട് പോയത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും റിവ്യൂസും സിനിമ അപ്ഡേറ്റ്സൊക്കെ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.